മലപ്പുറത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തയാൾ മരിച്ചു. പന്തല്ലൂർ കടമ്പോട് സ്വദേശി മൊയ്തീൻ കുട്ടി ആലുങ്കലാണ് മരിച്ചത്. കസ്റ്റഡിയിലിരിക്കെ കുഴഞ്ഞു വീണ മൊയ്തീൻ കുട്ടിയെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. പോലീസ് മർദ്ദനത്തിലാണ് മരണമെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. മരിച്ച മൊയ്തീൻ കുട്ടി ഹൃദ്രോഗിയായിരുന്നുവെന്ന് ഡോക്ടർ മാത്യൂസ് പോൾ പറഞ്ഞു. ഇവരെ സ്റ്റേഷൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച്, അപ്പോൾ ഇതിൻ്റെ പുറത്തൊരു ഔട്ട് ഹൗസ് ഉണ്ട്. അവിടെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് തീർക്കാവുന്ന ഒരു സ്ഥലം, ആൾക്കാർക്ക് ഇരിക്കാവുന്ന സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് ഞങ്ങൾ ഇരിക്കുന്ന സമയത്ത് രണ്ട് പോലീസുകാർ ഞാൻ മനസ്സിലാക്കുന്നത് SI ആണ്, വന്നിട്ട് പറഞ്ഞു ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങുന്ന കാര്യങ്ങൾ സംസാരിക്കാണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ വിചാരിക്കുക അവർ നമ്മളെ കൂട്ടി സംസാരിക്കും. കാരണം ഞങ്ങൾ ഇവർക്ക് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യാൻ ചെന്ന ആൾക്കാരാണ്, ഞാനും ഈ പഞ്ചായത്ത് മെമ്പറും. എന്ത് വിഷയം ഉണ്ടെങ്കിലും ഞങ്ങൾ കൂടി സംസാരിക്കാനും എന്ത് കോംപ്രമൈസ് ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ ഇവർ നേരെ അതിനുള്ളിൽ കൊണ്ടുപോയി ഞങ്ങൾ പുറത്തിരിക്കുന്ന സമയത്ത് ഇവരെ നന്നായിട്ട് മർദ്ദിച്ചിട്ടുണ്ട്. ഞങ്ങൾ ശരിക്കും കേൾക്കുന്നുണ്ട്. ഈ ശബ്ദം കേൾക്കാതിരിക്കാൻ വേണ്ടി വേറെ പോലീസുകാരൻ വന്നിട്ട് ആ ഡോർ അടച്ചു. ഡോർ അടച്ചതിന് ശേഷം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇവർ സ്റ്റേഷനോട് കയറി ചെല്ലുന്നുണ്ട്. സ്റ്റേഷനോട് കയറി ചെല്ലുന്ന സമയത്ത് അപ്പോൾ പിന്നെ എനിക്ക് കിട്ടുന്ന പേരെന്ന് ഒരു ഗ്ലാസ് ചായ വേണമെന്നാണ്. അങ്ങനെ ആ ചായക്ക് വേണ്ടിയിട്ട് അല്ല, ഇതിന് പുറത്തൊരു ഔട്ട് ഹൗസ് ഉണ്ട്. ആ പുറത്ത് ഔട്ട് ഹൗസിനാണ് മർദ്ദിക്കുന്നത്. പിന്നെയാണ് അവർ രണ്ടാമത് കൊണ്ടുപോയിട്ട് ചായ വേണമെന്ന് പറഞ്ഞപ്പോൾ എന്താണെന്ന് വെച്ചു ഞാൻ. അപ്പോൾ പറഞ്ഞിങ്ങനെ കുട്ടി അവനൊരു ചെറിയൊരു മോഹാലസ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കയറി ചെന്നു. ഇവൻ തടർന്ന് കിടക്കണപ്പോൾ ഇവന് മിണ്ടാനും വയ്യ, സംസാരിക്കാനും വയ്യ, ഒന്നൊരവസ്ഥയില്ല. അപ്പോഴാണെന്ന് പോലീസുകാരൊക്കെ കൂടിയിട്ട്, പോലീസും ഞങ്ങളൊക്കെ കൂടെ കൂടിയിട്ട് പോലീസ് ജീപ്പിൽ ഇവനെടുത്ത് നേരെ ന്യൂ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവിടെ ഒരു പ്രാഥമിക ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുത്തു. അങ്ങനെ ഏകദേശം ഒരു 1/4-3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ SIനോട് പറഞ്ഞു ഇനി പ്രശ്നങ്ങളൊന്നുമില്ല, ഒരു പ്രശ്നമൊന്നുമില്ല, ഇനി അവൻ വന്ന് ഒപ്പിട്ടിക്കാണ്ട് അവനും മറ്റാളും പോയിക്കോട്ടെ. അപ്പോൾ അവൻ എന്തെങ്കിലും സാറെ സംസാരിക്കാൻ പറഞ്ഞേ ഒന്നുമില്ല, ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, അവൻ ഒപ്പിട്ട് പോയിക്കോട്ടെ, മറ്റവനും ഒപ്പിട്ട് പോയിക്കോട്ടെ. അപ്പോൾ ഞാനവിടെ നിന്ന് പോന്നു. പിന്നീട് അറിയുന്നത് അവിടെ ഉള്ള സീരിയസ് ആയിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ്. സാജിദ് അജ്മൽ കൂടുതൽ വിവരങ്ങളുമായി. സാജിദ്, ഇത് പോലീസിന്റെ അതിക്രമമാണ് എന്ന് ബന്ധുക്കളും പൊതുപ്രവർത്തകരും ഒക്കെ ആരോപിക്കുകയാണ്. പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള മറുപടി ഉണ്ടോ? നിഷാദ്, കഴിഞ്ഞ ദിവസം ഇവരുടെ നാട്ടിൽ, അതായത് പന്തല്ലൂരിൽ ഒരു ഉത്സവം നടന്നിരുന്നു. ഇതിന് ഇടയിൽ ചെറിയ അടിപിടി ആളുകൾ തമ്മിൽ ഉണ്ടായിരുന്നു. ഇതിൽ ഒരു പോലീസുകാരനെ തള്ളി മാറ്റി എന്നുള്ളതാണ്. അതിൽ സംശയം തോന്നിയ ആളുകളെല്ലാം വിളിച്ച് ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിനിടെയാണ് ഈ മൊയ്തീൻ കുട്ടി എന്ന യുവാവ് കുഴഞ്ഞു വീഴുന്നത്. ഇപ്പോൾ നേരത്തെ സംസാരിച്ച പൊതുപ്രവർത്തകനും ഈ മൊയ്തീൻ കുട്ടിയുടെ ബന്ധുക്കളും പറയുന്നത് ഈ പോലീസ് സ്റ്റേഷന് പുറത്തുള്ള ഒരു ഔട്ട് ഹൗസിൽ കൊണ്ടുപോവുകയും അവിടെ വെച്ച് ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ളതാണ്. വലിയ തോതിലുള്ള ഹൃദ്രോഗം ഉള്ള വ്യക്തിയാണ്, താൻ രോഗിയാണ് എന്ന് പറഞ്ഞതിന് ശേഷവും മർദ്ദിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ഈ കുഴഞ്ഞു വീണ ശേഷം ആദ്യം പാണ്ടിക്കാടിലെ ആശുപത്രിയിലും പിന്നീട് പെരിന്തൽമണ്ണയിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. അവിടെ നിന്ന് ഇന്ന് പുലർച്ചെയാണ് ഈ മൊയ്തീൻ കുട്ടി മരിക്കുന്നത്. ഈ യുവാവിന് നേരത്തെ തന്നെ ഹൃദ്രോഗം ഉണ്ട് എന്നും ശരീരത്തിൽ മർദ്ദനമേറ്റ വലിയ പാടുകളൊന്നും ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നുള്ളതാണ് ഈ ഡോക്ടർ പറയുന്നത്. അതോടൊപ്പം തന്നെ ജില്ലാ പോലീസ് മേധാവിയും പെരിന്തൽമണ്ണ സബ് കളക്ടറും ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിയിട്ടുണ്ട്. ഈ പോലീസ് ഒരു കസ്റ്റഡി മരണം എന്ന നിലയ്ക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകും. പോലീസുമായി സംസാരിക്കുമ്പോൾ പോലീസ് ഈ അടിപിടിയുമായി ബന്ധപ്പെട്ട് വിളിച്ചു വരുത്തി, അല്ലാതെ മർദ്ദനം ഉണ്ടായിട്ടില്ല, അയാൾ കുഴഞ്ഞു വീഴുകയായിരുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്. ശരി, ഇപ്പോൾ മാത്യൂസ് പോൾ എന്ന ഡോക്ടർ, ഇപ്പോൾ ഇദ്ദേഹത്തിന് ഹൃദ്രോഗം ഉണ്ടായിരുന്ന പറഞ്ഞ ഡോക്ടറാണ്, അദ്ദേഹത്തിന് പ്രതികരണം കാണാം. വളരെ വീക്കായിരിക്കുന്ന ഒരു ഹാർട്ട്. അപ്പോൾ നമുക്കൊരു സംശയം തോന്നിയത് മുമ്പേ ഹാർട്ടിൻ്റെ അസുഖം ഉള്ളതാണോ എന്നൊരു സംശയം തോന്നി. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് കൂടെയുള്ളവർ റിലേറ്റീവ്സ് വന്നപ്പോൾ അവർ സകല പേപ്പേഴ്സും കൊണ്ടുവന്നു. അപ്പോൾ 1 വർഷത്തിന് മുമ്പ് ഹാർട്ടിൻ്റെ പമ്പിങ് കുറവായിട്ടുള്ള റിപ്പോർട്ടും അതുപോലെ ആൾ വളരെ മിനിമം ജോലികളെ ചെയ്യാവുള്ളൂ എന്ന് ഇൻസ്ട്രക്ഷൻസ് വേറൊരു ഹോസ്പിറ്റലിൽ വെച്ച് കാർഡിയോളജിസ്റ്റ് കൊടുത്തതായിട്ട് കണ്ടു. ഞങ്ങൾക്ക് മനസ്സിലായ കാര്യം മുന്നമേ ഉള്ള ഹാർട്ടിൻ്റെ അസുഖം. അപ്പോൾ അത് അങ്ങനെ ഒരാൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെ അങ്ങനെ വീണ്ടും ഒരു ബുദ്ധിമുട്ട്, പമ്പിങ് കുറഞ്ഞിരിക്കുന്ന ആളുകൾക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാവുന്ന കാര്യമാണ്. എൻ്റെ ശ്രദ്ധയിലൊന്നും പെട്ടിട്ടില്ല.